പുതുക്കാടിനും ആമ്പല്ലൂരിനും ഇടയ്ക്ക് ദേശീയപാതയോട് ചേർന്നുള്ള പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ 3 ദിവസമായിട്ടും വൈദ്യുതി പുനഃസ്ഥാപിക്കാനായില്ല. തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ മിന്നൽ ചുഴലിയിൽ ദേശീയപാതയോരത്തെ കെട്ടിടത്തിന്റെ ട്രസ് പറന്ന് ദേശീയപാതയിലും വൈദ്യുത പോസ്റ്റിലും വീണിരുന്നു. ഇവിടെ 3 വൈദ്യുത പോസ്റ്റുകൾ ദേശീയപാതയുടെ സർവീസ് റോഡിലേക്ക് ചാഞ്ഞുകിടക്കുകയാണ്. ടൗൺ പ്രദേശമായ ഇവിടെ 3 ദിവസമായിട്ടും വൈദ്യുതി പുനഃസ്ഥാപിക്കാത്തതിൽ പ്രതിഷേധത്തിലാണ് പ്രദേശവാസികൾ. പുതുക്കാട് പ്രവർത്തിക്കുന്ന ഏക പെട്രോൾ പമ്പ് തിങ്കളാഴ്ച മുതൽ ജനറേറ്ററിലാണ് പ്രവർത്തിക്കുന്നത്. വൈദ്യുതി ഇല്ലാത്തതിനാൽ ജനറേറ്ററിന്റെ സഹായത്തോടെ ഭാഗികമായാണ് ഇവിടെ പമ്പ് പ്രവർത്തിപ്പിക്കുന്നത്. KSEB ഓഫീസിൽ പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായില്ലെന്ന് പമ്പ് അധികൃതർ ഉൾപ്പെടെയുള്ളവർ പറയുന്നു. അതേസമയം തിങ്കളാഴ്ചയിലെ കാറ്റിൽ സെഷന് കീഴിൽ വൻ നാശമാണ് സംഭവിച്ചതെന്ന് KSEB അധികൃതർ അറിയിച്ചു. നിരവധി ഉപഭോക്താക്കൾക്ക് വൈദ്യുതി മുടങ്ങി. കൂടുതൽ ഉപഭോക്താക്കളുള്ള മേഖലയിൽ ആദ്യം സേവനമെത്തിക്കാനാണ് KSEB ശ്രമിച്ചത്. പമ്പിന് സമീപം ഉപഭോക്താക്കൾ താരതമ്യേന കുറവാണ് ഉണ്ടായത്. അതിനാലാണ് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ വൈകിയതെന്നും ഉടൻ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുമെന്നും അധികൃതർ അറിയിച്ചു.